കവിതേ, എന്തിനാ കുട്ടി കരയണേ? കാര്യം എന്താണെന്ന് പറയൂ. അച്ഛൻ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നു. എനിക്ക് ഈ വിവാഹം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, അതിനെന്തിനാ കരയണേ? ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. അതൊന്നും കുട്ടി അത്ര കാര്യമാക്കണ്ട. ഞങ്ങൾ അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം, വേണ്ടെന്ന് വെക്കാൻ എളുപ്പം കഴിയും. കുട്ടി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. മാഷിക്കാര്യത്തിൽ എന്നെ സഹായിക്കണം. എന്നാലും അങ്ങനെയല്ലല്ലോ, കുട്ടിയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. താൻ ഇത്ര സില്ലിയായാലോ? ഒന്ന് കരയാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ കുറുപ്പേ, ഇനിയും കാണുന്നില്ലല്ലോ? പിള്ളച്ചേട്ടൻ വിഷമിക്കാതിരി. പയ്യൻ ആപ്പയൊപ്പ കേസൊന്നുമല്ലല്ലോ, IAS-കാരനല്ലേ. പഞ്ചാബിൽ നിന്ന് വിമാനത്തിലല്ലേ വരുന്നത്? പറന്ന് പറന്ന് വരികയല്ലേ, ചിറക് മുറിഞ്ഞ വല്ല ഹിമാലയത്തിലും വീണ് കാണും. അതാ കാണാത്തത്. അമ്മാവന് ടെൻഷൻ ആവണ്ട, ഫ്ലൈറ്റ് ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. പയ്യൻ IAS-കാരനല്ലേ, സ്വന്തമായിട്ടൊരു പ്ലെയിൻ മേടിച്ച് വന്നൂടെ? പിന്നൊരു കാര്യം, പയ്യൻ ഭയങ്കര തിരക്കുള്ള ആളാ, കളക്ടറാ. ഇപ്പൊ തന്നെ പിള്ളച്ചേട്ടന്റെ വീട്ടിൽ വന്ന് പെണ്ണ് കാണാൻ സമയം കിട്ടാത്തത് കൊണ്ടാണല്ലോ അളിയന്റെ വീട്ടിൽ വെച്ചത്. അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കേണ്ടത് അവിടെ വെച്ചല്ലേ. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അവിടെ തന്നെ അല്ലേ? ഇതും സ്വന്തം വീട് പോലല്ലേ അളിയാ? അതൊക്കെ ശരി, ആളിവിടെ എത്തണ്ടേ? എന്റെ സംശയം വഴി തെറ്റി ഇനി വേറെ വല്ലയിടത്തും പോയി കാണുമെന്നാ.